നമ്മൾ സജ്ജമാണെന്ന് പറയുന്നു. എല്ലാത്തരം സംവിധാനങ്ങളും കശ്മീരിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ സൂചനകൾ ദിവസവും കിട്ടുന്നുണ്ട്. ഭീകരരുടെ വീടുകൾ തകർത്തുകൊണ്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അപ്പോഴും ഈ 26 പേരെ കൊലപ്പെടുത്തിയ 5 ഭീകരർ എവിടെയെന്നുള്ള ചോദ്യം ഇത്രയും ദിവസമായിട്ടും ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് അവരെ പിടികൂടി അവർക്കെതിരെ നടപടിയെടുക്കാതെ സമാധാനം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് അത് അവസാനവുമല്ല, എല്ലാ സമയവും ഒരു ശ്രദ്ധ വയ്ക്കേണ്ട ഒരു പ്രദേശം തന്നെയാണ്. അവിടെ ആളുകൾക്ക് സാധാരണ ജീവിതം വേണം. അതുകൊണ്ടാണല്ലോ അവരിപ്പോൾ വലിയ തോതിൽ ഇപ്പോൾ പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ത്യൻ പതാകയുമായിട്ട് കശ്മീർ ജനത റോഡിലേക്ക് ഇറങ്ങുന്നത്. അവർക്കിപ്പോൾ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ സ്വാതന്ത്ര്യം കളഞ്ഞുകൊണ്ടല്ല, അതേസമയം അതിർത്തിയിലെ ശ്രദ്ധ എത്രത്തോളം ഉണ്ടായിരുന്നു, അതിൽ ഒരു വീഴ്ച പറ്റിയതുകൊണ്ടാണല്ലോ ഇവർ അകത്തേക്ക് കയറുകയും 2 വർഷത്തോളം പരിശീലനത്തിന് ശേഷം അകത്തേക്ക് കയറുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അകത്തെ 2 ഭീകരരുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ളവരും കയറിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള പരിശോധന കർശനമായി തന്നെ അതിന്മേൽ ഉണ്ടാകേണ്ടതാണ്. അതിന്മേലൊരു അന്വേഷണ റിപ്പോർട്ട് അത് നാടറിയേണ്ടതുമാണ്.